ഹിന്ദി ഭാഷാ വിവാദത്തിൽ കേന്ദ്രത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കടുത്ത വിമർശനമാണ് സ്റ്റാലിൻ വീണ്ടും ഉയർത്തുന്നത്. തമിഴ്നാട്ടിൽ പാഠ്യപദ്ധതിയിൽ ഹിന്ദി നിർബന്ധമാക്കുന്നതിനെ ഹിന്ദി കൊളോണിയലിസം എന്ന് വിശേഷിപ്പിച്ചാണ് സ്റ്റാലിൻ രംഗത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് കോളനിവൽക്കരണം മാറ്റിസ്ഥാപിക്കുന്ന ഹിന്ദി കോളനിവൽക്കരണം തമിഴ്നാട് ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് സ്റ്റാലിൻ തുറന്നടിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമമായ എക്സിൽ ഇംഗ്ലീഷിലിട്ട ഒരു പോസ്റ്റിലാണ് സ്റ്റാലിന്റെ ഈ പ്രതികരണം. ചരിത്രം വ്യക്തമാണ്. തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ട ചരിത്രമാണുള്ളത്. അല്ലെങ്കിൽ പിന്നീട് നിലപാട് മാറ്റി DMK-യുമായി സഖ്യത്തിലായി. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനു പകരം ഹിന്ദി കൊളോണിയലിസം തമിഴ്നാട് സഹിക്കില്ല എന്നാണ് സ്റ്റാലിൻ കുറിച്ചത്. അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ വിഷയത്തിൽ മത്സരിക്കാൻ BJP-യെ തമിഴ്നാട് മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP-യുടെ ത്രിഭാഷാ ഫോർമുലയ്ക്കു വേണ്ടിയുള്ള ക്യാമ്പയിൻ തമിഴ്നാട്ടിൽ ഒരു പരിഹാസ വസ്തുവായി മാറിയിരിക്കുകയാണ്. 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് പ്രധാന അജണ്ടയാക്കാൻ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നുവെന്നാണ് സ്റ്റാലിൻ എക്സിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരിക്കലും വിജയിക്കാൻ കഴിയാത്ത പോരാട്ടം വീണ്ടും തുടങ്ങിവെച്ചതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും DMK നേതാവ് വിമർശിച്ചു. വൃക്ഷം ഒരുപക്ഷെ ശാന്തത ഇഷ്ടപ്പെട്ടേക്കാം, എന്നാൽ കാറ്റ് ശമിക്കില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്റെ സ്ഥാനം മറന്ന് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരിക്കലും വിജയിക്കാൻ കഴിയാത്ത ഒരു പോരാട്ടം പുനർജീവിപ്പിച്ചതിന്റെ അനന്തരഫലമാണ് അദ്ദേഹം നേരിടുന്നത്. കീഴടങ്ങാൻ തമിഴ്നാടിനെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ടതില്ലെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകി. അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ശത്രുത വളർത്തുമെന്നും അത് ഐക്യത്തിന് ഭീഷണിയാണെന്നും സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഹിന്ദി നിർബന്ധമാക്കുന്നതിനെ പ്രതിരോധിക്കുന്നത് രാജ്യദ്രോഹമായിട്ടാണ് കരുതുന്നതെന്ന് സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെയും സ്ഥാപനങ്ങളുടെയും അവാർഡുകളുടെയും പേരുകൾ പരാമർശിച്ച് ഹിന്ദി അസ്വസ്ഥപ്പെടുത്തും വിധം അടിച്ചേൽപ്പിക്കുന്നതായി സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. ഇത് ഇന്ത്യയിലെ ഭൂരിപക്ഷമായ ഹിന്ദി സംസാരിക്കാത്തവരെ ശ്വാസം മുട്ടിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ത്രിഭാഷാ നയത്തിനു വേണ്ടിയുള്ള BJP-യുടെ ഓൺലൈൻ പ്രചരണത്തിന് തമിഴ്നാട്ടിൽ 1 ലക്ഷത്തിലധികം ആളുകൾ പിന്തുണ നൽകിയതായി സംസ്ഥാനത്തെ BJP മേധാവി K. അണ്ണാമലൈ അവകാശപ്പെട്ടു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനു വേണ്ടിയുള്ള തന്റെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും പോലീസ് നടപടിയെ ഭയമില്ലെന്നുമാണ് അണ്ണാമലൈ പറഞ്ഞത്. സർക്കാരിന് എത്ര പേരെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചു. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതായുള്ള സ്റ്റാലിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞ അണ്ണാമലൈ സ്റ്റാലിന്റെ പാർട്ടി നടത്തുന്ന മെട്രിക്കുലേഷൻ സ്കൂളുകളിൽ തമിഴ് നിർബന്ധിത വിഷയമാക്കിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി.